ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾക്കിവിടെ നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയ വളരെ വളരെ സിമ്പിളും വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. പൊരിയൊക്കെ കിട്ടുന്ന സീസണിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് പൊരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മീഡിയം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. ഇതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചുരുക്ക ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. ഇനി അതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു തക്കാളി ഉള്ളിലെ മാംസള ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കട്ട് ചെയ്ത് ചേർക്കുക. ഇനി ഒരു ബെൽ പെപ്പറിൻ്റെ പകുതി കട്ട് ചെയ്ത്, ഒരു 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊരിക്ക് ഉപ്പുള്ളതാണ്, അത് നമ്മൾ മറന്നു പോയത് കേട്ടോ. പൊടിക്ക് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊരി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതാണ്ട് നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം ചെറുമുറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും പണി തീർന്നിട്ടില്ല. ഒരു മുട്ട കൂടി പുഴുങ്ങിയത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഇതെങ്ങനെ പ്ലേറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ബുൾസൈ കൂടി നമുക്ക് ഇതിന്മേൽ വെച്ച് കൊടുക്കാം. എന്താ അടിപൊളിയല്ലേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം ചെറുമുറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.